അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് നമ്മൾ ചിലന്തിയാറിലേക്ക് പോയതും ജീപ്പ് സവാരി ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി വരുന്നത് ബാലൻസ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കഴിഞ്ഞ് നേരെ ഇനി പോകുന്നത് വട്ടവടയിലെ ഒരു ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടവടയുടെ ആ ഒരു ഗ്രാമപ്രദേശവും പല ഏരിയയിലെ പച്ചക്കറി ഇടങ്ങളും അതുപോലെ തന്നെ വട്ടവട ചെറിയൊരു ടൗണും അവിടുത്തെ ചുറ്റുമുള്ള പ്രദേശം ഒരുവിധം ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ മൂടൽമഞ്ഞ് അല്ലാത്ത സമയങ്ങൾ മാത്രമേ ഇവിടെ ഈ ദൃശ്യങ്ങൾ ദൃശ്യമാകുകയുള്ളൂ. അല്ലാത്ത സമയം ഇവിടെ മൂടൽമഞ്ഞാൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സുന്ദരമായ പ്രദേശം ഒറ്റ വ്യൂയിൽ കാണാൻ സാധിക്കുകയില്ല. മൂടൽമഞ്ഞാൽ ഈ പ്രദേശം അദൃശ്യമായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ താമസിച്ച ഹാസി മൗണ്ടിന്റെ വ്യൂ ഒക്കെ നമുക്ക് ഇതിന്റെ പുറത്തു നിന്ന് കാണാൻ സാധിച്ചിരുന്നു. ഹലോ, രാംജി റാവു സ്പീക്കിംഗ്. പുറപ്പെട്ടോ, നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടോ, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടോ. നമുക്ക് ഈ മലമുകളിൽ നിന്ന് ഈ വ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗൈഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാനും പോയിന്റുകളൊക്കെ കൃത്യമായി തരാൻ ഒരു ഗൈഡ് കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായ സ്ഥലങ്ങൾ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്തപ്പം നമുക്ക് മുകളിൽ നിന്ന് ആ ഒരു ദൃശ്യം കണ്ട് ഇങ്ങനെ നിൽക്കാനേ എല്ലാവർക്കും പറ്റുള്ളൂ. ഇത് ആ വ്യൂ പോയിന്റ് തൊട്ട് ചേർന്ന് കാണുന്ന ഒരു ചായക്കടയാണ്. അവിടെ അത്യാവശ്യം മാഗിയും സ്നാക്സ് ഐറ്റങ്ങളും പിന്നെ കട്ടൻ ചായ, കോഫി, ചായ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഉള്ളത്. വട്ടവട വ്യൂ പോയിന്റ് മുകളിൽ നിന്ന് ഫോട്ടോ ചിത്രീകരിക്കാനായിട്ട് വളരെ മനോഹരം തന്നെയാണ്. കാരണം അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിന്റെ തണുപ്പും ആ ഒരു കാലാവസ്ഥ രീതിയും കൂട്ടത്തിൽ നിന്ന് ചങ്കുളമായിട്ടൊക്കെ നിന്ന് കഥയൊക്കെ പറഞ്ഞ ആ ഒരു വൈബിൽ നിൽക്കാൻ പറ്റിയൊരു ഇടം. ഇതാണ് നമ്മളെ ടീം കൂടെ വന്നത്. പിന്നെ അധികം തിരക്കായിട്ടുള്ള അത് ഫീൽ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും, ഓഫ് സീസൺ ആയതുകൊണ്ട് മാത്രമായിരിക്കാം. അങ്ങ് കുഞ്ഞൊക്കെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പേര് നിൽക്കുന്നത് കണ്ടു. പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ പോയതാണ് അപ്പു, മറ്റേത് നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന അരുണാണ്. വട്ടവടയിൽ ഈ തമിഴ് വംശകരിൽ പെട്ടവരാണ് കൂടുതലും. കാരണം അവർ മലയാളവും തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ബന്ധുങ്ങളും സ്വന്തക്കാരും ഒക്കെ ഈ തമിഴ്നാട് ഭാഗങ്ങൾ, അതായത് ഈ ഒരു മല കയറി കൊടൈക്കനാലും പഴലിക്കുന്നുകളുടെ ഭാഗങ്ങളിലും ഇവരുടെ കുടുംബം അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് ഒരു തമിഴ് ശൈലി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആധികാരികമായിട്ട് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആ ഒരു ചരിത്രങ്ങളോ അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ഒരറിവ് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കൽ പോകുമ്പോൾ അത് ചോദിച്ചറിഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നത് വട്ടവടയിലെ വാട്ടർഫാൾസ് ആണ്. മഴ സമയമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു കലങ്ങി അടിച്ചണക്കുള്ള വെള്ളം വരുന്നുണ്ട്. അതുപോലെ അവിടെ മരം മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർന്ന് ആൾക്കാർ അതിനകത്ത് നിൽക്കുന്ന ജോലിക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് പോവുകയും ചെയ്തു. വട്ടവട എന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ്. വട്ടവട ഇടുക്കിയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ പഴനി കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടുകിടക്കും. തട്ടുതട്ടുകളായ കൃഷിയിടങ്ങളിൽ, അതായത് ടെറസ് കൃഷി എന്നും പറയപ്പെടുന്നു, വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വട്ടവട. ഇവിടുത്തെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് പച്ചക്കറി ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്നതിനാൽ വട്ടവടയെ കേരളത്തിന്റെ വിപണി എന്നാണ് അറിയപ്പെടുന്നത്. ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, പേരയ്ക്ക, കുറുക, പ്ലം, നെല്ലിക്ക, ക്യാൻസ്റ്റൽ, പീച്ച്, ഫ്രാഷൻ ഫ്രൂട്ട് തുടങ്ങിയ കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ കാണാത്ത വൈവിധ്യമാർന്ന വിളകൾക്ക് വട്ടവട പ്രശസ്തമാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്നതിനും പ്രശസ്തമായിരുന്നു. എന്നാൽ വൻതോതിൽ യൂക്കാലിപ്റ്റസ് കൃഷി ചെയ്തതിനാൽ വർഷങ്ങളായി മണ്ണിലെ ജലാംശം കുറഞ്ഞതിനാൽ ഗോതമ്പ് കൃഷി ഗണ്യമായി കുറഞ്ഞു. വട്ടവടയിലെ സസ്യജന്തുജാലകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തോട്ടങ്ങളുടെ സൃഷ്ടിയുടെ ഫലമായി ഉണ്ടായ കടുത്ത ആവാസ വ്യവസ്ഥയുടെ വിഘടനം കാരണം വട്ടവടയിലെ മിക്ക തദ്ദേശീയ സസ്യജന്തുജാലകങ്ങളും അപ്രത്യക്ഷിതമായി. എന്നിരുന്നാലും കിഴക്ക് പുതിയ കുറിഞ്ഞുമല സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, മഞ്ഞപ്പട്ടി താഴ്വര, വടക്ക് കിഴക്ക് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതത്തിലെ അമരാവതി റിസർവ് വനം, ഇരവികുളം ദേശീയോദ്യാനം എന്നിവയുൾപ്പെടെ സമീപത്തെ നിരവധി സംരക്ഷിത പ്രദേശങ്ങളിൽ ചില സ്പീഷീസുകൾ അതിജീവിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരിടമാണ് വട്ടവട. ചുറ്റിക്കിടക്കുന്ന മലനിരകൾ എന്ന് പറയുന്നത് വടക്ക് ആനമുടി ശോലോദ്യാനവും തെക്ക് പാമ്പാട് ശോല ദേശീയോദ്യാനവും നിർദ്ദിഷ്ട പഴനിയും കിഴക്ക് ഹിൽസ് നാഷണൽ പാർക്ക് ഈ സംരക്ഷിത പ്രദേശങ്ങൾ ആണ്. ഈ സംരക്ഷിത പ്രദേശത്ത് പ്രത്യേകിച്ച് കണ്ടുവരുന്ന വന്യജീവികളും സ്പീഷീസ് എന്ന് പറയുന്നത് നീലഗിരി താഹർ, ഗ്രിൽഡ് വീവൻ അണ്ണാൻ, നീലഗിരി മരപ്രാവ്, ആന, ഗൗറ്, നീലഗിരി ലങ്കൂർ, സാമ്പാർ, വർഷങ്ങളോളം കഴിഞ്ഞ് മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി എന്നിവയുൾപ്പെടെയുള്ള നിരവധി ജീവജാലകൾക്കും സ്പീഷീസിനും വംശനാശ ഭീഷണി കൂടി നേരിടുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. ഒന്ന് പറയാതിരിക്കാൻ എന്തായാലും വയ്യ. കാരണം നമ്മുടെ ഈ മൂന്നാർ താമസിക്കുന്നതിനെക്കാട്ടിയും
ഒരു ശാന്തമായിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ വട്ടവട ഗ്രാമപ്രദേശം എന്ന് പറയുന്നത്. നമുക്കൊരു സൈലൻസ് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവക്കാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ്. തണുപ്പിന്റെ കാര്യത്തിൽ മൂന്നാറിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് വട്ടവട എന്ന ഗ്രാമപ്രദേശം. കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ നല്ല രീതിക്ക് പച്ച പുതച്ച് കിടക്കുന്ന ഒരു താഴ്വരയായി സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ വട്ടവട. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ പ്രശാന്ത സുന്ദരമായ ഭൂപ്രകൃതിക്ക് അപ്പുറവും തനതായ കൃഷിരീതികൾക്കും പേരുകേട്ട ഇടമാണ് വട്ടവട. അപൂർവമായ സസ്യജന്തുജാലകങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. പ്രകൃതി സ്നേഹികളുടെയും സഞ്ചാരികളുടെയും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു ഇഷ്ട സങ്കേതം കൂടിയാണ് മൂന്നാറിനടുത്തുള്ള വട്ടവട. മൂന്നാറിൽ എത്തുന്നവർ പലരും ഈ ഒരു ഭാഗം മിസ് ചെയ്താണ് പോകാറുള്ളത്. എന്നാൽ മൂന്നാറിനെക്കാട്ടിയും ഏറ്റവും സുന്ദരമായിരുന്നത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള കൃഷിയിടങ്ങളും കൃഷിരീതികളും അന്തരീക്ഷവും ആ ഒരു കാലാവസ്ഥയെല്ലാം വളരെയധികം വ്യത്യസ്തം തന്നെയാണ്. ഈ ഒരു അനുഭവം എന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. അത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജീപ്പ് ഇറങ്ങി വന്നപ്പോൾ ഫസ്റ്റ് കയറി പോകുന്ന ഈ ഒരു സ്ട്രോബെറിയുടെ ഒരു തോട്ടത്തിൽ, പക്ഷേ അവിടെ വളരെ തുച്ഛമായ രീതിയിലുള്ള സ്ട്രോബെറികളും, തുച്ഛമായ രീതിയിലുള്ള സീസൺ അല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രസൻസും കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഈ തേനിന്റെ ഒരു മ്യൂസിയം പോലെ ആ ഒരു സംഭവമൊക്കെ ഇതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. പക്ഷെ അവിടെ കയറിയിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് അപ്പോഴേ പോകുമായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയിരുന്നു. നമ്മൾ കുറേ നേരത്തെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് കുറേ സമയം വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഹിൽ ടോപ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് വന്നാണ് ഇവിടെ കയറിയത്. വട്ടവടയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലുള്ള ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോബെറിയും പൂക്കളും അങ്ങനെ നിറഞ്ഞ ഒരുപാട് ഇതൊക്കെ ഉള്ള. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോഡക്റ്റായ നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വൈന് ജാമൊക്കെ നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങിക്കാനുള്ള തുച്ഛമായ വിലയ്ക്ക്. അടിപൊളിയായിരിക്കും. ഓർമ്മ തിരിച്ചു നോക്കി എത്ര വേണ്ട അടി 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 തല ഇല്ലാത്തല്ല സ്ട്രാബെറി വേണ ഒരു കുട്ടി മുടിച്ചു ഒരു അടി ഒരു കിലോ കൊടുക്കുക. നമ്മള് ലിക്കറിന്റെ കൂടെ ഇച്ചിരി ഒഴിച്ചടിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാം. ഇച്ചിരി അടിച്ചു നോക്കി ആ വീട്ടിൽ കൊച്ചിന് കൊടുക്കാതെ. നിന്റെ പേരെന്തെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അരുൺ. അരുൺ ശങ്കർ ഭായ് പറഞ്ഞേ. എന്റെ 94 46 38 42 03. വട്ടവടയിൽ നമ്മളെ ജീപ്പിന്റെ പരിപാടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രോനെ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. അങ്ങനെ നമ്മളെ കറക്കവും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടിലേക്ക് വന്ന് സ്റ്റേയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാർബിക്യൂവും ഫുഡിൻ്റെ പരിപാടിയെല്ലാമൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ചിക്കൻ മേടിക്കാനായിട്ട് ഞാനും നമ്മുടെ അപ്പവും കൂടി ടൗണിലോട്ട് വന്നു. അപ്പം ഇവിടുത്തെ കടയിൽ നിന്ന് ചിക്കനും അതിൻ്റെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും ചാർക്കോള് എന്തൊക്കെ ഐറ്റമാണോ നമ്മളത് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് കുക്ക് ചെയ്യുക. അപ്പം അതിനൊക്കെ എല്ലാത്തിനും കൂടെ അവരൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റേറ്റ് ഇതിനകത്ത് റൂമിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത് പറയാൻ പറ്റാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണും ഓഫ് സീസണും വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളായിരിക്കും. അതേപോലെ തന്നെ വീക്കെൻഡിലും അല്ലാത്ത ദിവസങ്ങളിലും പല റേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ പറയാത്തത്. അപ്പം ഇന്ന് ഇത് ക്ലൈമാക്സ് വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് നമ്മളെ സകല കാര്യങ്ങളും സ്റ്റേയുടേതും ജീപ്പിൻ്റെ എല്ലാം അപ്പോൾ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഇങ്ങോട്ട് കഴിവടെ നോക്ക് ഇങ്ങോട്ട് കൊക്ക് ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയെ സമ്മതിക്കണം. അത് നീയല്ലേ എടുക്ക. അങ്ങനെ ഞാനും നമ്മുടെ പിള്ളേരും കൂടെ ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഇനി ബാർബിക്യൂവിൻ്റെ പരിപാടിക്കുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പു അതിനുള്ള തയ്യാറെടുപ്പിന് പോയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ക്യാമ്പ് ഫയർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡും സൗകര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റേയുടെ സെൻറ്ററിൽ തന്നെ ആ ഒരു കറക്റ്റ് ബീൻസിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് നമുക്ക് ഡാൻസ് ചെയ്യാനൊക്കെ അറിയാവുന്നവരോ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരോ ഇവിടെ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് തകർക്കാനുള്ള രീതിയിലുള്ള പരിപാടിയും ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സംഭവമൊക്കെ നമ്മുടെ ഈ സ്റ്റേക്കകത്തുണ്ട്. നേരം വെളുക്കുമ്പോഴത്തേക്കുള്ള കാണുന്ന കാഴ്ചയാണ്. രാവിലെ ഒരു ചെറിയൊരു കിളി, ഈ കാണുന്ന ഓറഞ്ചിനകത്തൊരു ചെറിയ കിളിയൊക്കെ വന്നിരുന്ന് രാവിലെ പുലർച്ചെന്ന് ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു സൗണ്ട് കേട്ടാണ് എണീക്കുന്നത്. അപ്പോൾ തലേ ദിവസം ചില്ലായിട്ടിരുന്നതിൻ്റെ ആ ഒരു രാവിലെ ഒരു ഹാങ് ഔട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിതാ ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ഡേ വ്യൂ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റേയിലത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലേസ്. ഞാൻ വട്ടവട മുമ്പ് വന്ന് സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ആദ്യമായിട്ട് സ്റ്റേ ചെയ്ത ആ ഒരു പ്രോപ്പർട്ടിയും ഇതിൻ്റെ ഒരു സജ്ജീകരണമോ കാര്യങ്ങളോ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്റ്റാഫുകളായിട്ടുള്ളവരായാലും എല്ലാവരും നല്ല അമീൻസ് ആയിരുന്നു. നമ്മുടെ പറഞ്ഞ കിളി ആ സാധനം വന്നിട്ടുണ്ട്. ഇയാളാണ് രാവിലെ വന്ന് തകർത്ത് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എല്ലാവരെയും എണീപ്പിച്ചത്. അപ്പം പുറത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഒരു പൂച്ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഫയർ നൈറ്റ് ഇട്ടിരുന്നത്. പിന്നെ ഈ വട്ടവട ഇങ്ങനെയുള്ള മൂന്നാർ ഇത് കണക്കുള്ള പ്രദേശങ്ങളിൽ പൂക്കളൊക്കെ പൂത്ത് കഴിഞ്ഞാൽ അത് കുറേ നാൾ നീണ്ടു നിൽക്കും. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ രാവിലെ പൂ വിടർന്ന് വൈകുന്നേരം ആകുമ്പോൾ അത് ഒഴിഞ്ഞു പോകാറാണ് പതിവ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കളിക്കാൻ അങ്ങനെയുള്ള ചെറിയൊരു സജ്ജീകരണം കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാനുള്ള സജ്ജീകരണമായി. അപ്പം ഞാനങ്ങനെ അവിടെ നിന്ന് ഫ്രഷായിട്ട് ക്യാരറ്റ് പറിച്ചെടുത്തായിരുന്നു കഴിക്കാനായിട്ട്. സത്യത്തിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഇപ്പം ഏതാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായിട്ടുണ്ട്. 3 ദിവസം മുതൽ ഇനിയിപ്പോൾ അടുത്ത വേറൊരു സൈഡിലോട്ട് പിടിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാം ഒരു വണ്ടി കയറ്റി പറഞ്ഞു വിട്ട് അത് വട്ടവടയിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് എറണാകുളത്തേക്ക് എപ്പോഴും വട്ടവടയിൽ നിന്ന് എറണാകുളത്തേക്ക് വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ അപ്പനോടെ കയറി വേറൊരു സ്ട്രോബെറി ഒരു ഫാമിലും. അപ്പോൾ അവന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ നിറച്ച് സ്ട്രോബെറി ഉണ്ട്. ഒരുപാട് നിറച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആദ്യം കണ്ട ഫാമിൽ കാട്ടി നല്ലോണം കിളിർത്ത് നിൽപ്പുണ്ട്. അപ്പം അവിടുന്ന് അധികം അങ്ങും ഇഞ്ഞൊക്കെ ആയിട്ട് നല്ല പഴുത്തും വലിപ്പം ഉള്ളതൊക്കെ കണ്ടു. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് പറിച്ച് കഴിക്കാനൊക്കെ പറ്റുമല്ലോ, കാരണം അവർ പെർമിഷൻ നമുക്ക് തരും അത് എടുക്കുന്നതിന്. പിന്നെ ഏതാണ്ട് 1 കിലോയ്ക്ക് അപ്പോൾ 600 രൂപയായിരുന്നു വില. അപ്പോൾ എനിക്ക് 150 രൂപയ്ക്ക് പുള്ളിക്കാരൻ അവിടെ നിന്ന് പറിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്കും അത് പറിച്ച് നമ്മൾക്കും അവിടെ അത് കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ. അപ്പം ഇതിൻ്റെ ഈ ഒരു കൃഷി ലെവലിന് നമ്മൾ നടക്കുമ്പോൾ അതൊന്ന് ചവിട്ടി തെറ്റിച്ച് നടക്കാത്ത രീതിയിൽ നടക്കുക. കാരണം നമുക്കൊരു ദിവസത്തെ കാഴ്ചയോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റോ 2-3 ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അവർക്കത് അവരുടെ ഉപജീവന മാർഗമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ ഞാൻ അവിടുന്ന് അവരുടെ നിന്ന് കുറച്ച് സ്ട്രോബെറിയും, അപ്പോൾ അപ്പു പറഞ്ഞ് ഇവിടെ വൈന് നല്ലതെന്ന് പറഞ്ഞു ഒരു ബോട്ടിൽ വൈൻ വാങ്ങി ഒരു 150 രൂപയ്ക്ക്, അതായത് 250 ഗ്രാം, ഈ ഒരു ബോക്സ് 250 ഗ്രാം സ്ട്രോബെറി ഉണ്ട്, അത് വാങ്ങിച്ചു. അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോയി. അവിടെ ബ്ലാക്ക്ബെറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിനോട് കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടും അപ്പോൾ പറഞ്ഞ ആ വഴിയിലോട്ടൊക്കെ നമ്മൾ പോയി. നല്ല രീതിക്ക് അവന് എനിക്ക് ഗൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. സത്യം പറഞ്ഞാൽ ഈ വ്യൂ, അതായത് ദൂര വ്യൂ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സമയത്താണ് പോയത്. അതായത് സെപ്റ്റംബർ ടൈമിലാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ മൂടൽ മഞ്ഞാൽ മൂടി കിടക്കുന്ന രീതിയിലല്ല. 2 ദിവസം പോയി നമ്മുടെ അപ്പൂനെയൊക്കെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ അവിടെ മൊത്തം കോടമഞ്ഞ് വീണിട്ട് നല്ലതായിട്ടൊന്നും കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നല്ല മഞ്ഞറായി കിടക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ഡിസംബർ 19 ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോ എടുത്തിട്ട് മാസങ്ങളായി. സെപ്റ്റംബർ നമ്മുടെ ആ ഒരു ടൈമിൽ സെപ്റ്റംബറിലാണ് എടുത്തത്. അപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് ഞാൻ പുള്ളിക്കാരൻ ചോദിച്ചു. പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ വള്ളിപ്പടർ പോലെ ഇങ്ങനെ ഈ വേലിയുടെ പുറത്തൂടെ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതാണ് നമ്മുടെ ബ്ലാക്ക്ബെറി.
അപ്പോൾ ബ്ലാക്ക്ബെറിയുടെ ഒരു വളർന്നു വരുമ്പോഴത്തേക്ക് അതിനൊരു പച്ച കളറിൽ തുടങ്ങി, അത് പിന്നെ ഒരു റെഡായി, പിന്നെ അത് ബ്ലാക്ക് ആയാണ് അതിനൊരു പരുവ രീതി വരുന്നത്. അപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നൊക്കെ. വരുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു പരുവ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിൽ വന്ന് പിന്നെ നല്ല ചോമ്പാവുന്ന ഈ കാണുന്ന ഒരു ബ്ലാക്ക് കളറാവും. ബ്ലാക്ക് കളർ അത് നമ്മൾ കാണുമ്പോൾ സ്ട്രോബെറി എടുത്ത് വായി ചവയ്ക്കുന്നതിനൊക്കെ ചവയ്ക്കാം, പക്ഷേ നല്ല പുളിപ്പാണ്. പുളിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എൻജോയ്മെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല. അത് അവരുടെ മുമ്പ് വെച്ച് തുപ്പി കളയാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തീർന്നിറക്കേണ്ടി വന്നു. ഈ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പല വിധം കണ്ടോ, ഒരു ഗ്രീനും പിന്നെ റെഡ്, അതിൽ നിന്ന് മാറി അത് ബ്ലാക്കിലോട്ട് പോകുന്ന രീതി. നല്ല കറുപ്പ് നിറമാവും, കറക്റ്റ് കറുപ്പ് നിറമാവും. അപ്പോൾ ഇതിൻ്റെ വൈനും സ്ട്രോബെറിയുടെ ഈ ബ്ലാക്ക്ബെറിയുടെ ഒക്കെ വൈനും അതിൻ്റെ ജാമും ഒക്കെ അവിടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കിട്ടും. ഈ സ്ട്രോബെറി അങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ളതായിട്ട് അറിയത്തില്ല, പക്ഷേ അപ്പോൾ പറഞ്ഞ് ഈ ഒരു ഏരിയയിൽ ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടിയിട്ട് വന്നത്. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, അല്ലാതെ വേറെ കൃഷികളും കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. പുള്ളി ഏറ്റവും പഴുത്ത നോക്കിയൊരെണ്ണം പറിച്ചു തന്നതാണ്. അല്ലിയാരത്തെ എടുത്ത് വെച്ച് ചവച്ച് മധുരമെന്നും പറഞ്ഞു, പക്ഷേ അതും അസഹനീയമായ പുളിപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുളിപ്പ് മാറുമെന്ന് വെച്ചാൽ പറഞ്ഞ് സീസൺ ടൈം ആകുമ്പോൾ കുറച്ച് വ്യത്യാസം വരുമെന്നാണ് പുള്ളി പറഞ്ഞ അറിവ്. എന്തായാലും കാണാൻ നല്ല ഭംഗി തന്നെയാണ്, അത് ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ എന്ത് നല്ല കളറാവും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോഡക്ട്സുകൾ. അതായത് ഇതിൻ്റെ വൈൻ, ഇത് സ്ട്രോബെറിയുടെ വൈനാണത്. ബ്ലാക്ക്ബെറി അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അവർ ടച്ചിങ് ആയിട്ട് തന്നത് ജാം, സ്ട്രോബെറിയുടെ സംഭവം. നമ്മുടെ നാട്ടിലെ കള്ള് കുടിക്കുന്നതിൻ്റെ ആ ഒരു ലെവല് തന്നെയാണ്, ഒരു മധുരവും ചെറിയൊരു പുളിപ്പുമായിട്ട്. പിന്നെ അത് കണക്ക് തന്നെ ജാം നല്ല മധുരമുണ്ട് ആയിരുന്നു. എന്തായാലും ഒരു ഹാഫ് ബോട്ടിൽ വാങ്ങിച്ച് ഞാനും അപ്പൂസും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ വട്ടവടയിലോട്ട് പോവാണ്. കാരണം പാക്കിംഗ് ആയി. അപ്പോൾ ഇത് നമ്മുടെ പ്രാഷൻ ബോട്ടില്ലേ, മധുരം ഇല്ലാതെ കഴിക്കുന്ന, നമ്മുടെ നാട്ടിൽ കിളിക്കാന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരോടെ പിഴുത് തന്നെ, അപ്പോൾ മണ്ണില്ല. അപ്പോൾ തൽക്കാലം ഒരു ചെറിയ കവറിനകത്ത് സെറ്റ് ചെയ്ത് തന്നു. നാട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് രക്ഷപ്പെട്ടൊന്നുമില്ല, പോയി. അപ്പോൾ നമ്മൾ വട്ടവടയിൽ വന്ന്, അപ്പം എറണാകുളത്തേക്കുള്ള ബസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ കയറി ഞാൻ മൂന്നാർ ഇറങ്ങണം. അപ്പോൾ നമ്മളെ പിള്ളേരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നേരെ അവർ എറണാകുളത്തേക്ക് പോകണം, ഞാൻ മൂന്നാറിലേക്ക്. അങ്ങനെ നമ്മൾ വട്ടവടക്ക് ബൈ പറഞ്ഞ് നേരെ മൂന്നാർക്ക് പോകണം. ഇതിപ്പോൾ കുണ്ടള ഡാമിൻ്റെ ഏരിയയും എക്കോ പോയിൻ്റെ ഭാഗവും മാട്ടുപ്പെട്ടി ഡാമും ഇതൊക്കെ കഴിഞ്ഞ് താഴോട്ട് നമ്മൾ മൂന്നാർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സൗഹൃദങ്ങൾ കിട്ടി, കുറച്ച് ബന്ധങ്ങൾ കിട്ടി, പിന്നെ വ്യത്യസ്തമായ കുറേ കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കാൻ പറ്റി. അതിൻ്റെ ഒരു നാട്ടിലെ കൃഷിയും അവിടുത്തെ രുചിയും അവിടുത്തെ രീതികളും ആ ഒരു ആംബിയൻസൊക്കെ വേറെ ലെവലിൽ തന്നെ. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെ ഈ ഇത് സെറ്റാവുന്നു? മിക്കയിടത്തും സ്ഥലങ്ങളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ ഓൾറെഡി അവിടെ തന്നെ കൊണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ട് അവരുമായിട്ടൊരു സൗഹൃദം കൂടി അങ്ങനെ ഈ കമ്പനി അടിച്ചാണ് മിക്കവാറും പോകുന്നത്. പിന്നെ ഒരു കൃഷ്ണശങ്കർ എന്നൊരു സുഹൃത്തുണ്ട്, പുള്ളിയായിട്ട് യാത്ര പോകാറുണ്ട്. പുള്ളിക്കാരനെ അപ്പം ദേവസ്വം ബോർഡിലെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും കിട്ടാറില്ല. എപ്പോഴെങ്കിലും ഒരു അവധിയോ ലീവോ കിട്ടുന്ന ടൈമിലായിരിക്കും നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്ത് പോകാറുള്ളത്. അല്ലാത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്നു പോകും. അത് ഒരുപാട് നാളത്തെ പ്ലാനിങ് ഒന്നും കാണത്തില്ല. രാവിലെ ഇരിക്കുന്ന നല്ല ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കും, വൈകുന്നേരം പോകണമെന്ന് തോന്നുന്നു, അപ്പോഴേ സെറ്റാവുന്നു, വൈഫ് തന്നെ എല്ലാം റെഡിയാക്കി തരും, അപ്പോഴേ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് കുറേ നല്ല അനിയന്മാരെയും നല്ല കുറേ കമ്പനി കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം അടിപൊളി യാത്രയായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും അവിടുത്തെ സെറ്റപ്പൊക്കെ ഒരുപാട് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ മൂന്നാർ വന്നിറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ മൂന്നാറിൻ്റെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവുകയാണ്. ഒരബദ്ധം പറ്റിയാണ് സംഭവം. കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചാണ്, ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു മൂന്നാർ ടൗണിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് KSRTC ബസ്സിൽ, അതായത് കൊട്ടാരക്കരയ്ക്ക് എനിക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യണം. റിസർവ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇന്നിപ്പോൾ ഒരു 4 മണിയോടുകൂടി അടുപ്പിച്ച് വണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 9-9:30 ആയപ്പോഴത്തേക്കും എനിക്ക് കൊട്ടാരക്കര റീച്ചായി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, പാർട്ട് 3 ആരെയും. അപ്പം എൻ്റെ വീഡിയോ
കണ്ടവരും ഇഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ്സിൻ്റെ അളവ് വളരെ കുറവാണ്, വ്യൂസും കുറവാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ചാനൽ ഇമ്പ്രൂവ്മെൻ്റ് ആയി വരും. അപ്പോൾ അതിനാൽ മാക്സിമം എന്നെ ഒന്ന് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.